ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബൂരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് ആട്ടയും മൈദയും കൂടെ മിക്സ് ചെയ്ത പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് 2 സ്പൂൺ. ഇത് റവ വറുത്തതാണ്, അത് 1 ടേബിൾ സ്പൂൺ വേണം. ഉപ്പ് ആവശ്യത്തിന്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. അത് ബൂരി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്തിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. അതിനുവേണ്ടി മാത്രം ഇത്തിരി പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുവെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര, റവ വറുത്തത്, എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി ഉരുട്ടി വെക്കുക. ഇങ്ങനെ ഉരുട്ടി വെക്കണം. ഇത് നമുക്ക് അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ബൂരി ഉണ്ടാക്കാൻ. ഇത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. കുറച്ച് നെയ്യ് ഇതിൻ്റെ പുറത്ത് തടയി കൊടുക്കണം, ഇല്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോവും. ഇപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. എല്ലാം ഓരോ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയതല്ല, ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് എല്ലാം ഓരോന്നായി പരത്തിയെടുക്കാം. ഇങ്ങനെ എല്ലാം അധികം നേരിയതാക്കാതെ കുറച്ച് തടിപ്പ് വേണം ബൂരിക്ക്. ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ബൂരിയെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ബൂരി പൊങ്ങി വരും. നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തരി പോലും എണ്ണ കുടിക്കാത്ത ബൂരിയാണ്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഭൂരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു തരി പോലും എണ്ണ കുടിക്കാത്ത ഭൂരിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.